close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Hello dears, welcome back to my channel. I am Ilhan. വാട്ടർ പെന്നിവേട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണല്ലേ, നല്ലൊരു ട്രെൻഡിങ് പ്ലാന്റ് ആണ്. അപ്പോൾ വാട്ടർ പെന്നിവേട്ട് ഇതേപോലത്തെ ഒരു ബോട്ടിലിൽ നമുക്ക് എങ്ങനെ നടാം, എങ്ങനെ വളർത്താം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വാട്ടർ പെന്നിവേട്ടിൻ്റെ ഒരു കെയറിങ് വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ട സമയത്ത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ചെടി നമുക്ക് അക്വേറിയത്തിലൊക്കെ വളർത്താൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു മറുപടിയും കൂടിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതേപോലത്തെ ഒരു ബോട്ടിലാണ് ഞാൻ ഇത് നടാനായിട്ട് എടുത്തിട്ടുള്ളത്. ഈ ബോട്ടിൽ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു ഗ്ലാസ് ബോട്ടിലാണ്, ഇതിൽ ഡ്രെയിനേജ് ഹോളൊന്നുമില്ല. അപ്പോൾ വാട്ടർ പെന്നിവേട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡ്രെയിനേജ് ഹോൾ ഇല്ലാതെ തന്നെ ചെടി വളർത്താൻ പറ്റും. അതെല്ലാം ഞാൻ ആ കെയറിങ് വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പോട്ടി മിക്സ് എടുത്തിട്ടുണ്ട്. ഇത് ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടെ മാത്രം മിക്സ് ചെയ്തിട്ടേ ഉള്ളൂ. ഇതിനകത്ത് ഗാർഡൻ സോയിലോ മണ്ണോ ഒക്കെ നിങ്ങൾക്ക് ചേർക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഇത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പെന്നിവേട്ട് ഒരു അക്വാട്ടിക് പ്ലാന്റ് ആണ്, അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ ചതുപ്പ് നിലത്തും വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിലും ഒക്കെ തന്നെയാണ് വളരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ചകിരിച്ചോറൊക്കെ കൂടുതൽ എടുത്തു കഴിഞ്ഞാലും പ്രശ്നമില്ല, കാരണം അതിനൊരു വാട്ടർ കണ്ടൻറ്റ് ഉള്ളതാണ് ഇഷ്ടം. പിന്നെ ഞാൻ കുറച്ച് ഇതേപോലത്തെ ചെറിയ സ്റ്റോൺസ് എടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ അക്വേറിയം ഷോപ്പിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ സ്റ്റോൺസ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഈ സ്റ്റോണിന് പകരം നമുക്ക് ഈ അക്വേറിയം സാൻഡ് ഉണ്ടെങ്കിൽ, വെളുത്ത കളറിലിരിക്കുന്ന സാൻഡ്, അത് ഉപയോഗിച്ചാലും മതി. അപ്പോൾ ഇത് ഉപയോഗിക്കണമെന്നൊരു നിർബന്ധമില്ല. അപ്പം നമ്മൾ ഈ ഗ്ലാസ് ബോട്ടിലൊക്കെ ആകുമ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കാണാൻ കുറച്ച് ഭംഗിയുണ്ടാവും, അത്ര മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശമുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള പെന്നിവേട്ട്. അപ്പോൾ ഇത് ഞാൻ വേറെ ഉണ്ടായിരുന്ന ചെടിയിൽ നിന്ന് കുറച്ച് തൈകൾ മുറിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബോട്ടിലേക്ക് ഈ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ഏകദേശം ഒരു അരഭാഗത്തോളം, ബോട്ടിലിൻ്റെ ഒരു അരഭാഗത്തോളം ഞാൻ ഈ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും പോട്ടി മിക്സ് ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഈ ചെടി ഈ പോട്ടി മിക്സിനകത്തേക്ക് നട്ട് കൊടുക്കാം. ഓരോ ചെടിയായിട്ട് എടുത്തിട്ട് നമ്മൾ സാധാരണ മണ്ണിൽ ചെടി നടുന്നത് പോലെ തന്നെ നമുക്ക് നട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കൈ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് ഓരോന്നോരോന്നായിട്ട് കുത്തി കൊടുത്താൽ മതി. അതിനകത്ത് ഇപ്പോൾ വലിയ കാര്യമായിട്ട് അങ്ങനെ ശ്രദ്ധിക്കാനൊന്നുമില്ല. അപ്പോൾ അങ്ങനെ എല്ലാ ചെടിയും നമുക്ക് ഇതിനകത്തേക്ക് നട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ചെടിയെല്ലാം നട്ട് കഴിഞ്ഞു. ഇനി ഒരു ലെയർ കല്ലുകൾ കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം എന്ന് പറഞ്ഞാൽ കുറച്ച് അത്യാവശ്യം മുകളിൽ ഭാഗത്ത് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ ഒറ്റയടിക്ക് കുത്തി ഒഴിച്ചൊന്നും കൊടുക്കരുത്. അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ പോട്ടി മിക്സ് എല്ലാം കൂടെ ഇളകി മേളിലേക്ക് പൊങ്ങിപ്പോരും. അപ്പോൾ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് പതിയെ പതിയെ വേണം വെള്ളം ഒഴിച്ച് നിറച്ചെടുക്കാനായിട്ട്. നിറയെ എടുക്കണമെന്നില്ല, അതിൻ്റെ കുറച്ച് ഒരു പകുതി ഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി.